നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഈ ഇന്ദിരാ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത്. ബസ് ഉടമകൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ രാഷ്ട്രീയ എതിർപ്പുകൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു വാഗ്ദാനം, ഈ ഇന്ദിരാ ഗ്യാരണ്ടി ഇവിടെ തീർച്ചയായിട്ടും നടപ്പിലാക്കണമെന്നാണ് എനിക്ക് UDF പറയാനുള്ളത്. നിങ്ങളിപ്പോഴും മുഖ്യമന്ത്രിയെ കണ്ടെത്തിയിട്ടില്ല, ഗതാഗത മന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല. അപ്പോഴും ചർച്ച ഇവിടെ മറ്റൊരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത് നഷ്ടമുള്ള ഒരു പരിപാടിയാണ് എന്നാ പറയുന്നത്. നഷ്ടം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങളത് സഹിക്കും. ഇവിടെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഞങ്ങളത് സഹിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ആളുകളുടെ അഭിപ്രായം ഒന്ന് തേടി നോക്കാം. ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്യൂ. ഇല്ല, അതാണ് ഞാൻ ചോദ്യം. ആയില്ല, എനിക്കറിയാം. ഇത്രയും ജനങ്ങൾക്ക് അവർ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യൂ. ഇല്ല, അത് പിന്നെ എത്ര വണ്ടി കണ്ടക്ടറിന് ഡ്രൈവർക്ക് വണ്ടി കൂലി കൊടുക്കണം, എണ്ണ അടിക്കാതെ വണ്ടി ഓടും. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് ചെയ്യൂ. അതേ ഞാൻ ചോദിക്കണുള്ളൂ. ഞാൻ എന്നും വരൂല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല. നമ്മളെ കൊണ്ടുപോകാൻ പറഞ്ഞു വോട്ടിട്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുപോണേ കൊണ്ടുപോട്ട്. അങ്ങനെ ഒരു ഇതൊക്കെ പറഞ്ഞല്ലേ ജനങ്ങളെ കൊണ്ട് അവരെ കാറ്റി ഇരുത്തിച്ചത്. ഉള്ളതോടെ അത്രയും പറഞ്ഞു. എല്ലാ പാർട്ടി വന്ന് തന്നെ എനിക്കറിയാം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇവര് വിളിച്ചു പറഞ്ഞു. അത് നടക്കുവോ, നടപ്പിലാക്കുവോ? ഇല്ല. കേട്ടില്ലേ? അതായത് വോട്ട് ചെയ്തത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനം കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ടാണെന്നുള്ളതാണ്. മറ്റേ അമ്മച്ചി പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ UDF എന്ത് പഠനമാണ് നടത്തിയത് എന്നൊന്ന് കേൾക്കണ്ടേ? വെറുതെ അങ്ങ് ചാടിക്കളിച്ച ഒരു വാഗ്ദാനം നൽകിയതല്ല. വേണമെങ്കിൽ ഒന്ന് കാണാം നമുക്കത്. KSRTCയിൽ ദിവസവും ശരാശരി 23 ലക്ഷം പേർ യാത്ര ചെയ്യുന്നുണ്ട്. 50% സ്ത്രീകൾ. വലിയ സാമ്പത്തിക ബാധ്യതയായേക്കാവുന്ന പദ്ധതിക്ക് പല മാർഗങ്ങളാണ് ആലോചനയിലുള്ളത്. സർക്കാരിന് നേരിട്ടുള്ള സബ്സിഡി വഴി സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് തുക സർക്കാരിന് KSRTCക്ക് നൽകാം. ബജറ്റിൽ പ്രത്യേകം തുക കണ്ടെത്തിവെക്കാം. അതിനായി കൂടിയാണ് യാത്രക്കാരിൽ സ്ത്രീകളുടെ കണക്കെടുപ്പ് തുടങ്ങിയത്. സാമ്പത്തികമായി പല തട്ടിൽ നിൽക്കുന്നവർക്ക് സൗജന്യ യാത്ര നൽകിയാൽ അത് സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കും. അതിനാൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി സേവനം ഉറപ്പാക്കുന്നതാണ് അടുത്ത രീതി. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിദ്യാർത്ഥിനികൾ, കുറഞ്ഞ വരുമാനമുള്ള സ്ത്രീകൾ, BPL കാർഡ് ഉടമകൾ, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നിങ്ങനെ മാനദണ്ഡം വയ്ക്കാം. സ്മാർട്ട് കാർഡ് പോലെയുള്ള ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചാൽ ദുരുപയോഗം ഒഴിവാക്കാം. ഇത് സാധ്യമല്ലെങ്കിൽ പ്രത്യേക സർവീസുകൾ സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങുക എന്നതാണ് മറ്റൊരു മാർഗം. ഓർഡിനറി ബസ്സിൽ മാത്രമായി സൗജന്യ യാത്ര ചുരുക്കിയാൽ ഇതര ബസ്സുകളിലെ വരുമാനം നഷ്ടമാകില്ല. പരസ്യ വരുമാനത്തിലൂടെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി ചെലവാകുന്ന തുക തിരിച്ചുപിടിക്കുകയാണ് മറ്റൊരു വഴി. ബസ്സുകളിലെ ഡിജിറ്റൽ പരസ്യം വഴിയോ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വിപുലപ്പെടുത്തി പണം കണ്ടെത്തിയോ പദ്ധതി നടപ്പാക്കാം. താരതമ്യേന ചെലവ് കുറഞ്ഞ ഇലക്ട്രിക് ബസ് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിച്ച് സൗജന്യയാത്ര അതിൽ മാത്രമായി ചുരുക്കാം. പൊതുമേഖലാ സ്ഥാപനമാക്കി KSRTCയെ നിലനിർത്തുന്നതിനു പകരം പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാക്കുകയെന്ന ആശയവും ഉയർന്നു വരുന്നുണ്ട്. പദ്ധതി എടുത്തുചാടി നടപ്പാക്കുന്നതിനപ്പുറം ദൂരവ്യാപകമായി ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെയും തിരിച്ചറിയണം. എന്നാൽ മാത്രമേ സൗജന്യ യാത്രയ്ക്ക് ഗ്യാരണ്ടിയും വാറന്റിയും ഉണ്ടാവുകയുള്ളൂ. കൃത്യമായ പഠനം നടത്തിയിട്ടാണ് UDF ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അല്ലാതെ ചുമ്മാ അങ്ങ് വാഗ്ദാനം കൊടുത്തതല്ല. ഇതിന്റെ പിന്നിൽ ഇവിടെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ മാധ്യമങ്ങൾ തന്നെ ഇതൊരിക്കലും നടപ്പിലാക്കില്ല എന്ന രീതിയിൽ, നടപ്പിലായാൽ ഭയങ്കര നഷ്ടമാണെന്ന രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഓരോ കാര്യങ്ങൾ ഇട്ടുകൊടുക്കുക. ഇത് ഈ സർക്കാർ നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരുപാട് ആളുകൾ, ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ തല്ല് കൂടുന്നുണ്ട്. ഞങ്ങൾക്കും കയറണം, ഞങ്ങൾ പകുതി പൈസ തരാം, ഞങ്ങൾ പകുതി ആണും പകുതി പെണ്ണാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തല്ലുണ്ടാക്കാൻ അവർ വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാറ്റി നിർത്തുക തന്നെ വേണം. ഇവിടെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം സ്ത്രീകൾക്ക് തന്നെ കിട്ടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വേണമെങ്കിൽ ഈ വാർത്തയുടെ ഒരു ഭാഗം ഒന്ന് കേൾപ്പിച്ചു തരാം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന ഗ്യാരണ്ടി പാലിക്കാൻ KSRTCക്ക് സർക്കാർ നൽകേണ്ടി വരിക പ്രതിമാസം ഏകദേശം 90 കോടി രൂപ. ഓർഡിനറി ഫാസ്റ്റ് ബസ്സുകളിലേക്ക് മാത്രമായി ഈ സൗജന്യ യാത്ര ചുരുക്കിയാലും 60 കോടി രൂപ കണ്ടെത്തേണ്ടി വരും. ജീവനക്കാർക്ക് ശമ്പളം നൽകാനായി ഖജനാവിൽ നിന്ന് 50 കോടി രൂപ മാസം തോറും അനുവദിക്കുമ്പോഴാണ് പുതിയ സർക്കാരിന് മുന്നിൽ ഈ ഗ്യാരണ്ടി വലിയ ബാധ്യതയാകുമെന്ന ആശങ്ക. ഓക്കെ എന്റെ പൊന്നു മക്കളെ, എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലേ? നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യനും തോന്നും
അതായത് വോട്ട് ചെയ്ത ഏതൊരു മനുഷ്യനും തോന്നും ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ ഈ നഷ്ടങ്ങൾ നികത്താൻ കഴിയും. ബസ്സുകളിൽ പരസ്യങ്ങൾ ചേർക്കാം, അങ്ങനെ പല രീതികളും അതിന് കൃത്യമായിട്ട് UDF കണ്ടെത്തിയിട്ടുണ്ടാകും. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം അവർക്ക് പറയാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ 90 കോടി അല്ലെങ്കിൽ 66 കോടി രൂപ പ്രതിദിന നഷ്ടത്തിലോ അത് വേറെ രീതിയിൽ കണ്ടെത്തണം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നികുതി കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായി നികുതി അടക്കേണ്ടി വരും. ചില വസ്തുക്കൾക്ക് വില കൂടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പല സംഭവങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. എന്നാൽ പോലും ഇതിൽ നിന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, UDF തീർന്നു എന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചെയ്യുന്ന സ്ത്രീകളാണ്. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യിച്ച് പറ്റിച്ച് വോട്ട് വാങ്ങി എന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും. ഇപ്പൊ ഇതാ കുറെ ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ പോവുക. അറിഞ്ഞോ നിങ്ങൾ? കുറെ ആളുകൾ പാർട്ടി കമ്മിറ്റികൾ വിട്ട് ഒഴിവാക്കാൻ പോവുക. എന്തുകൊണ്ടാണെന്നറിയോ? കണ്ടോ? ജനഹിതം അട്ടിമറിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ കോഴിക്കോട് കോട്ടൂർ കോൺഗ്രസിൽ കൂട്ടരാജി ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം. KCയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിടാൻ അംഗങ്ങൾ തീരുമാനിക്കുകയാണ്. അത്രത്തോളം നാണക്കേടിന്റെ വക്കിലേക്ക് പോയി. നിങ്ങൾ അറിയുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളുകളിവിടെ വന്ന് നമ്മൾ ട്രോളാൻ തുടങ്ങി എന്നുള്ളത്. അതിനിടെയാണ് KCയുടെ ഒരു വീഡിയോ വീണ്ടും ആളുകൾ കുത്തിപ്പോക്കുന്നത്. ഒന്ന് കാണിച്ചു തരാം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ആകെ ഒരു കാർഡ് ഇറക്കാൻ പറ്റുന്ന ഒറ്റ കാർഡേ ഉള്ളൂ. ഇപ്പം കോൺഗ്രസ് ഇത് കിട്ടിയാൽ തമ്മിലടിക്കും, അടിച്ചു പിരിയും. ആ കാർഡിൽ വിശ്വസിച്ചിട്ടാണ് ഇവർ ഇപ്പൊ പ്രചരണം നടത്തിക്കൊണ്ട്. ഈ ഒരു കാർഡിലൊന്നും ജനം വീഴില്ല. അവരുടെ മുമ്പിൽ അങ്ങനെ ഇല്ലല്ലോ. എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പരസ്യമായിട്ട് വിവാദത്തിലേക്ക് പോയ ഏത് സംഭവം ഉണ്ടായിട്ടുള്ളത്? എന്നിട്ടും പറയാണ് കോൺഗ്രസിൽ അടിയുണ്ടാവും. എന്തടി? എല്ലാ അടിക്കും മുന്നിൽ നിൽക്കുന്ന ആളാ. MP ആയിട്ട് നിങ്ങളെ ആലപ്പുഴക്കാർ തെരഞ്ഞെടുത്തതാ. നിങ്ങൾ ആ MP പദം അലങ്കരിച്ച് അവിടെ നിൽക്കേണ്ട സമയത്താണ് MLA സ്ഥാനത്തേക്ക് മത്സരിച്ച ആളുകൾ മാത്രമല്ല മുഖ്യമന്ത്രിയാവാൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു താക്കീത് തന്നത്. പിന്നീട് പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി ആവാനേ വരുന്നില്ല എന്നുള്ളത്. പിന്നീട് പറഞ്ഞു ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുള്ളത്. ഇപ്പൊ പറയുന്നത് എന്തെങ്കിലും തല്ലുണ്ടോ എന്നുള്ളത്. ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങളെ പോലുള്ള ആളുകൾ. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ പറയണം എനിക്ക് മന്ത്രിയൊന്നും ആവണ്ട, ഞാൻ MP ആയിട്ട് തുടർന്നോളാം എന്നുള്ളത്. പറയുന്നില്ല. ചെന്നിത്തല പോലും പറയുന്നില്ല. KC വേണുഗോപാലല്ല VD സതീശനാണ് ഇവിടെ മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുള്ള ആ ഒരു നിലപാട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും ചെയ്യുന്നത്. എന്നെ പോലെയുള്ള ആളുകൾ, എനിക്ക് പോലും VD സതീശനെ സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം നിറഞ്ഞു നിന്ന് കണ്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയ മനുഷ്യനാണ്. അയാളാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. ഇനി ഇതാ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ട്രോള് കണ്ടോ? கேரளாக்கும் தமிழ்நாட்டுக்கும் நிறைய கனெக்ஷன்ஸ் உண்டு. எல்லாமே வந்து ஒரு மாதிரி சிமிலராக தான் இருக்கும். இப்போ கூட ரீசெண்டாக வந்து எங்கள் ஊரில் நிறைய பார்ட்டிலேருந்து நிறைய பேர் CM ஆக ட்ரை பண்ணாங்க. உங்கள் ஊரில் ஒரே பார்ட்டிலேருந்து நிறைய பேர் CM ஆக ட்ரை பண்ணிருக்கிறாங்க. எங்களுக்கு ஒரு நல்ல CM கிடைச்சிட்டாங்க. உங்களுக்கு உங்களுக்கும் சீக்கிரமே ஒரு நல்ல CM கிடைக்கிறதுக்கு என்னோட வாழ்த்துக்கள். ஸோ 2 സ്റ്റേറ്റുக்கு இருக்கிற இன்னொரு பெரிய കേട്ടില്ലേ? ഒരേ പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രി ആവാൻ തല്ലാണ്. നമ്മൾ വിചാരിക്കുന്ന കേരളത്തിൽ മാത്രം ചർച്ച ചെയ്യണം, അത് ഇന്ത്യ മൊത്തം ചർച്ചയാണ്. നരേന്ദ്രമോദി തന്നെ പലയിടങ്ങളിലും പോയിട്ട് കൊട്ടിഘോഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ സ്വന്തം പാർട്ടിയുടെ നിലനിൽപ്പ് നശിപ്പിക്കാതെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയിട്ട് KC വേണുഗോപാൽ MP ആയിട്ട് തുടരുന്നതല്ല, ചെന്നിത്തലേനെ ആഭ്യന്തര വകുപ്പൊക്കെ ഇരുത്തി കൊടുത്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ ഈ ഒരു ഫ്രീ യാത്ര അത് നടപ്പിലാക്കുക തന്നെ വേണം. അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഇപ്പൊ വോട്ട് കുത്തിയ ആളുകളൊക്കെ അധികം വൈകാതെ 5 വർഷം കഴിയുമ്പോൾ എല്ലാവരും തിരിച്ച് ഇടതിനങ്ങ് കുത്തും. അതിനിടയിൽ BJPക്ക് വളരാനുള്ള ഒരു വളക്കൂറ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, അത്രേ പറയുന്നുള്ളൂ. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് അപ്പോൾ സൈനിങ് ഓഫ്.